മാനസികമായി പ്രയാസപ്പെടുകയാണ്, ശാരീരികമായി വളരെ അസ്വസ്ഥതയിലാണ്. പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. എത്രയോ നാളുകളായി അദ്ദേഹം പ്രയാസപ്പെടുകയാണ്. എത്രയോ പള്ളികൾക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട്. ഈ പള്ളിയുടെ മിനാരങ്ങൾ എടുക്കാൻ കാരണം മഅ്ദനിയാണെന്ന്. എത്രയോ അറബി കോളേജുകൾക്ക് പറയാനുണ്ട്. ഇതിൻ്റെതാകുന്ന കെട്ടിടങ്ങൾ ഉയരാൻ കാരണം മഅ്ദനിയാണെന്ന്. എത്രയോ യതീം മക്കൾക്ക് പറയാനുണ്ട്. വിശപ്പടക്കാൻ കാരണം മഅ്ദനിയാണെന്ന്. എത്രയോ പാവപ്പെട്ട സഹോദരിമാർക്ക് പറയാനുണ്ട്. പെരനിറഞ്ഞു നിന്ന് എന്നെ കെട്ടിച്ചേക്കാം മാതാപിതാക്കൾ പോലും വിഷമിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം വന്ന് പ്രസംഗം നടത്തിയിട്ടല്ലേ ശ്രീധരൻ എന്ന മഹാവിപത്തിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്ന എനിക്ക് മനോഹരമായ ഒരു ജീവിതം കിട്ടാൻ കാരണമായതെന്ന് വീടിന്റെ അകത്തളങ്ങളിലിരുന്ന് പറയുന്നതായി എത്രയോ സഹോദരിമാരുണ്ട്. എത്രയോ വിധവകളുണ്ട്. എനിക്ക് അത്താണിയായി വർത്തിക്കാൻ അവസരം കിട്ടിയത് മഅ്ദനി ഉസ്താദിന്റെ സലാത്തിന്റെ മജ്‌ലിസിലൂടെയാണ്. ആ സലാത്തിന്റെ മജ്‌ലിസിലൂടെ പരിശുദ്ധ പ്രവാചകരെ കാണാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ എത്രയോ പാവങ്ങളാണ്, എത്രയോ മുഅ്മിനീങ്ങളാണ്, മുഅ്മിനാത്തുകളാണ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന പ്രകാശത്തിന്റെ സ്വരൂപത്തെ സ്വപ്നത്തിലൂടെ കണ്ടത്. മഅ്ദനി ഉസ്താദ് പ്രവാചകനെ വർണ്ണിച്ചതുപോലെ ആർക്കാണ് വർണ്ണിക്കാൻ സാധിച്ചിട്ടുള്ളത്? വളരെ മനോഹരമായ രീതിയിൽ പരിശുദ്ധ പ്രവാചകർ വർണ്ണിച്ച് ആ പ്രവാചകന്റെ അവദാനങ്ങൾ വാഴ്ത്തി വാഴ്ത്തി ഈ സമൂഹത്തെ പരിശുദ്ധമായ ദീനിലേക്ക് അടുപ്പിച്ചതായ എത്ര നാളുകളാണ്. സുബ്ഹാനല്ലാഹ്. എത്രയോ ചെറുപ്പക്കാർക്ക് പറയാനുണ്ട് അൽഹംദുലില്ലാഹ്. ഞാൻ ഖുർആൻ ഓതാൻ തുടങ്ങിയത്, ഞാൻ നിസ്കരിക്കാൻ തുടങ്ങിയത്, ഞാൻ നരകത്തെ ഭയപ്പെടാൻ തുടങ്ങിയത്, ഞാൻ ഖബറിനെ പേടിക്കാൻ തുടങ്ങിയത്, ഞാൻ മഹ്ശറയെ ഭയപ്പെട്ടുകൊണ്ട് പടച്ചറപ്പിൻ്റെതാകുന്ന ശിക്ഷയെ ഭയന്നുകൊണ്ട് അദാബിനെ ഭയന്ന് അവന്റെ റഹ്മത്ത് എന്റെ മേൽ വർഷിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് നമസ്കാരം തുടങ്ങാനുള്ള കാരണം അത് മഅ്ദനി ഉസ്താദിന്റെ പ്രഭാഷണമാണ്. ഈ രീതിയിൽ ഒരുപാട് ആളുകൾക്ക് വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്ത തുറകളിലൂടെ ആത്മീയമാകുന്ന നവോന്മേഷം നൽകിയ മഅ്ദനി ഉസ്താദ് ഒരുപാട് ആളുകളെ വിശുദ്ധമായ ഇസ്ലാമിന്റെ ശാന്തുലമാകുന്ന തീരത്തേക്ക് കൊണ്ടുവന്നതായ വ്യക്തി ഇന്ന് വളരെയേറെ പ്രയാസം അനുഭവിക്കുകയാണ്. ശാരീരികമാകുന്ന അസ്വസ്ഥതയിലാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മലപ്പുറം ജില്ലയിലെ കൂട്ടായിലുള്ള കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് സഹോദര സഹോദരിമാര് മഅ്ദനി ഉസ്താദിന് വേണ്ടി കൈകൾ ഉയർത്തുകയാണ് റബ്ബേ. ഈ കടപ്പുറത്ത് സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അല്ലാ, ഈ ശഅബാൻ മാസത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ ഇരക്കുന്നു റബ്ബേ. പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പരിപൂർണ മോചനം നൽകണേ അല്ലാ. എല്ലാ വിഷമങ്ങളിൽ നിന്നും ഘട്ടങ്ങളിൽ നിന്നും നീ സലാമത്ത് നൽകണേ അല്ലാ. സർവോപരി ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ.